ജീർണിച്ച, മരവിച്ച, മരിച്ചുപോയി, അഴകിപ്പോയ വിഷയങ്ങൾക്ക് നടുവിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി ചിത്രീകരിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ കർത്താവിനോട് ചേരുവാൻ, കർത്താവിന് മാറോട് ചേരുവാൻ, കർത്താവിൽ നിന്ന് അടുത്തു പ്രാപിപ്പാനൊക്കെ ഭാഗ്യം ലഭിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തലനാണ്. അതിൽ 7-ാം അധ്യായം ദൈവവചന ശാസ്ത്രത്തിലും പരിശുദ്ധാത്മ ശാസ്ത്രത്തിലും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ്. 7-ാം അധ്യായം നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മുഴുവനായി ചിന്തിപ്പാൻ കഴിയത്തില്ലെങ്കിലും അതിലൊരു ഭാഗം മാത്രം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 7-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം, 39-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: യേശു ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അതായത് പരിശുദ്ധി ആത്മാവിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. എന്താണ് പറഞ്ഞതെന്നാണ് പ്രാധാന്യം. 37 തൊട്ടുള്ള 37-38 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുവിലത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്നും തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താ പരിശുദ്ധാത്മാവിനെ കുറിച്ച്? ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്നും തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമുണ്ടെങ്കിലേ ഈ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് ഓരോ ദിവസവും ജീവിപ്പാൻ കഴിയത്തുള്ളൂ. നമുക്ക് തെറ്റായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനത്തിൽ ഒത്തിരി അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കുന്നുണ്ട്. കാര്യസ്ഥനാണ്, പാപത്തെക്കുറിച്ച് ബോധം വരുത്തി തരുന്നവനാണ്, നമ്മളെ നയിക്കുന്നവനാണ്, നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നവനാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പഠനത്തോടുള്ള ബന്ധത്തിലുണ്ട്. അങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ ഈ ആത്മാവിന്റെ ശക്തി, നമുക്ക് നിത്യതയോട് അടുക്കുവാൻ ഈ ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മതിയാകത്തുള്ളൂ. അതിന് കർത്താവ് പറഞ്ഞത്, അതിനൊരു ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഒരു ദാഹമുണ്ടാകണം. ഇതിനെ പോയിന്റ് ബേസ് ആയിട്ട് പറഞ്ഞാൽ ഒരു ദാഹമുണ്ടാകണം. കർത്താവിന്റെ അടുക്കൽ വരുവാൻ ഇടയാകണം. കുടിക്കട്ടെ എന്നാണ് ആ പദം അങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് ഒരു ദിവസം വന്ന് കുടിക്കട്ടെ. നിരന്തരമായി നമ്മൾ കുടിച്ചുകൂടി ഒരു ദിവസം ദൈവത്തിൽ നിന്ന് പാനം ചെയ്ത് മതി എന്നുള്ള ഒരവസ്ഥയിലേക്ക്. അതുകൊണ്ടാണ് ആത്മനിറവ്. ദിനംതോറും ശിഷ്യന്മാർ അപ്പോസ്തലപ്രവൃത്തികൾ ആത്മനിറവിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വന്നു. ഒരു ആത്മാവിൽ ദിനംതോറും നിറയുവാനിടയായി. അങ്ങനെ ദൈവത്തിൽ നിന്ന് കുടിക്കുവാൻ ഒരു വാഞ്ച ഉണ്ടാകണം. ദാഹത്തിന് ഒരു ദാഹമുണ്ടാകണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദാഹമുണ്ടാകണം. അതിനുവേണ്ടി യേശുവപ്പച്ചന്റെ അടുക്കൽ വരണം. ആ യേശുവപ്പച്ചന്റെ അടുക്കൽ നിന്നും കുടിക്കുവാൻ, ദിനംതോറും കുടിക്കുവാൻ ഒരു അതിയായ വാഞ്ച ഉണ്ടാകണം. അങ്ങനെ വാഞ്ച ഉണ്ടാകുമ്പോൾ തിരുവെഴുത്തു പറയുന്നത് പോലെ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. ആ ജീവജല നദികളെ കുറിച്ച് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം പറയുന്ന ഒരുപാട് സാദൃശ്യങ്ങളും കാര്യങ്ങളുമുണ്ട്. അതിലൊന്ന്, ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ജീവൻ ഉണ്ടാകും, ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തീയ ഭക്തരെ, ഞാൻ പറയാം, നമുക്ക് ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് നാം ആ ശക്തി കൊണ്ട് ചലിച്ചു തുടങ്ങും. ആ നടന്നു നീങ്ങുമ്പോൾ നാം ചെല്ലുന്നിടത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാകും, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, വലിയ ആത്മീയ ഭൗതിക ഉണർവുകൾ ഉണ്ടാകും. എവിടുന്നെയാ? നമ്മിൽ നിന്ന് വ്യാപരിക്കുന്ന ജീവജലത്തിന്റെ നദികളാണ്. നാം ചെന്നു കയറുന്നിടത്ത്, നാം കണ്ടുമുട്ടുന്നവരൊക്കെ ആ ജീവന്റെ ചൈതന്യങ്ങൾ വ്യാപരിപ്പാൻ ഇടയാകും. പ്രാണികൾ ജീവൻ വെപ്പാൻ ഇടയാകും. അവിടെ ജീവന്റെ ചൈതന്യം ഉണ്ടാകുവാനാണ്. ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പറയാനുണ്ട്. ഞാൻ പറയാം, നമുക്ക് ആ ശക്തിയുടെ വലിയൊരു വാഞ്ച നമ്മുടെ അകത്തളങ്ങളിൽ വ്യാപരിപ്പാൻ ഇടയാകണം. ഞാൻ ചെല്ലുന്നിടത്ത് ജീവൻ ഉണ്ടാകണം. എന്നിൽ ആ ജീവൻ വ്യാപരിപ്പാൻ ഇടയാകണം. എൻ്റെ കുടുംബത്തിനകത്ത് ആ ജീവൻ വ്യാപരിപ്പാൻ ഇടയാകണം. ഞാൻ കടന്നു പോകുന്ന സഭയിൽ ആ ജീവന്റെ ചൈതന്യം ഒഴുകുവാൻ ഇടയാകണം. എന്നെ കണ്ടുമുട്ടുന്നവരുടെ മേൽ ആ ചൈതന്യം ഒഴുകുവാൻ ഇടയാകണം. അതിന് നമുക്ക് ആ ഒരു വലിയ ദാഹമുണ്ടാകണം. യേശുവപ്പന്റെ അടുക്കൽ പോയി കുടിക്കുവാനുള്ള ഒരു വാഞ്ച നമ്മുടെ അടുക്കൽ ഉണ്ടാകണം.
നമ്മൾ അതിനായി യേശുവിന്റെ അടുക്കൽ പോകുവാൻ ഇടയാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ഞാൻ സൂചിപ്പിക്കാം, പരിശുദ്ധാത്മാവിന് വേണ്ടി വലിയ ഒരു ദാഹം നമ്മുടെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിൽ ആ ആത്മാവിനെ തരുവാൻ ദൈവം വിശ്വസിക്കുന്നെങ്കിൽ നാം അത് പ്രാപിച്ചെടുക്കുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെ ഒരു നദി നമ്മളിലേക്ക് പകരപ്പെട്ടാൽ വലിയ മാറ്റങ്ങൾ നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിലും സഭകളിലും ചുറ്റുപാടുകളിലും നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയും. അവിടെ ചലനമുണ്ടാകും. ജീർണിച്ച, മരവിച്ച, മരിച്ചുപോയി, അഴകിപ്പോയ വിഷയങ്ങൾക്കൊക്കെ നടുവിൽ എൻ്റെ ദൈവം ചലനത്തെ അവിടെ വെളിപ്പെടുത്തുവാനിടയാകും. അങ്ങനെ ഒരു ചലനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നമുക്ക് അതിനായി വാഞ്ചിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി വാഞ്ചിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ മുന്നേറാം. ദൈവം സഹായിക്കും.